നുറുങ്ങറിവുകളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വെറ്റിലയെ കുറിച്ചിട്ടാണ്. ഇല രൂപത്തിൽ ഉപയോഗിക്കുന്ന ഒരു സുഗന്ധവ്യഞ്ജനമാണ് വെറ്റില. പൈപ്പറസി കുടുംബത്തിൽപ്പെട്ട ഔഷധമൂല്യമുള്ള ഒരു വള്ളിച്ചെടിയാണ് വെറ്റില. കുരുമുളകും പൈപ്പറസി വിഭാഗത്തിൽ തന്നെയാണ് ഉൾപ്പെടുന്നത്. വളരെ പുരാതന കാലം മുതൽ തന്നെ ഭാരതത്തിൽ നടന്നു വന്നിരുന്ന വിവാഹം, പൂജ മുതലായ പല മംഗളകാര്യങ്ങൾക്കും ദക്ഷിണ നൽകുവാൻ വെറ്റില ഉപയോഗിച്ചു വരുന്നുണ്ട്. കൂടുതലായും വെറ്റില മുറുക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഉപയോഗിച്ചിരുന്നത്. എങ്കിലും പലതരം രോഗങ്ങൾക്ക് പ്രതിമരുന്നായിട്ടും വെറ്റില ഉപയോഗിക്കുന്നുണ്ട്. തുളസി, വെൺമണി, അരിക്കൊടി, കൽക്കൊടി, കരിലാഞ്ചി, കർപ്പൂരം, ചീലാന്തി കർപ്പൂരം, കുറ്റുക്കൊടി നന്ദൻ, പെരുംകൊടി, അമരവിള പ്രമുട്ടൻ തുടങ്ങിയവയാണ് വിവിധ തരം വെറ്റില ഇനങ്ങൾ. വെറ്റിലയുടെ ഇലയും വേരുമാണ് ഔഷധയോഗ്യമായിട്ടുള്ള ഭാഗങ്ങൾ. വാതം, കഫം എന്നീ രോഗങ്ങളെ ശമിപ്പിക്കുന്നതിനുള്ള കഴിവ് വെറ്റിലയ്ക്കുണ്ട്. ദിവസേന ഓരോ വെറ്റില വീതം കഴിക്കുന്നത് അതിന്റെ അണുനാശന ശക്തി കൊണ്ട് വായിലുള്ള രോഗാണുക്കൾ നശിക്കുവാൻ കാരണമാകുന്നു. നമ്മുടെ വെറ്റില ഇനത്തിൽ ഏറ്റവും വില കൂടിയ ഇനം തുളസി വെറ്റിലയാണ്. നമ്മുടെ വീഡിയോയിൽ കാണുന്നതും തുളസി വെറ്റില തന്നെയാണ്. മലപ്പുറം തിരൂർ വെറ്റിലയ്ക്ക് പേരുകേട്ട സ്ഥലമാണ്. വെറ്റിലയ്ക്ക് ഏറ്റവും കൂടുതൽ സൂര്യകിരണങ്ങളെ ആഗിരണം ചെയ്യുവാനുള്ള കഴിവുണ്ട്. വെറ്റില ദഹനത്തെ സഹായിക്കുന്നു. ഇത് ക്ഷാര സ്വഭാവമുള്ളതാണ്. നാഡീവ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുവാൻ വെറ്റില സഹായിക്കുന്നു. ഇത് തണലിലാണ് വളരുന്നത്. വെറ്റിലയുടെ നീര് ദഹനത്തിന് സഹായിക്കുന്നു. വെറ്റിലയുടെ കൂടെ ചുണ്ണാമ്പും പാക്കും പുകയിലയും ഒക്കെ ചേർത്ത് മുറുക്കുന്നത് ആരോഗ്യത്തിന് ഗുണകരമല്ല, പക്ഷെ അത് വളരെയധികം ദോഷം ചെയ്യുന്ന ഒന്നാണ്. മാരകമായ രോഗങ്ങൾക്ക് കാരണമാകും. വായ്പുണ്ണ്, തൊണ്ടയിലെ വിവിധതരം രോഗങ്ങൾ, ക്യാൻസർ തുടങ്ങിയവ പോലുള്ള രോഗങ്ങൾക്ക് വെറ്റില മുറുക്ക് കാരണമായി തീരുന്നു. പക്ഷെ വെറ്റില മാത്രമായിട്ട് ഉപയോഗിക്കുന്നത് ധാരാളം ആരോഗ്യ ഗുണങ്ങൾക്ക് കാരണമായി തീരുന്നു. വെറ്റിലയിൽ വൈറ്റമിൻ ഡി, വൈറ്റമിൻ സി, കാൽസ്യം എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട്. കരളിന്റെ ആരോഗ്യത്തിന് വെറ്റില നല്ലതാണ്. തൊണ്ടവേദന, വയറുവേദന, ദഹന പ്രശ്നങ്ങൾ, ചുമ, കഫക്കെട്ട്, അസിഡിറ്റി എന്നിവയ്ക്ക് വെറ്റിലയുടെ നീര് ഔഷധമായി ഉപയോഗിക്കുന്നു. കുട്ടികൾക്ക് വെറ്റില നീരും തേനും ചേർത്ത് കൊടുക്കുന്നത് ദഹന പ്രശ്നങ്ങൾക്കും ജലദോഷത്തിനും ഒക്കെ വളരെയധികം നല്ലതാണ്. തൊണ്ടയ്ക്കുണ്ടാകുന്ന ഇൻഫെക്ഷൻ മാറുന്നതിനും വെറ്റില ഉപയോഗിക്കുന്നു. വെറ്റിലയും ഗ്രാമ്പൂവും ചേർത്ത് ചവയ്ക്കുന്നത് പല്ലുവേദനയ്ക്ക് ഒരു പ്രതിവിധിയാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക.